ഗ്ലോബൽ മലയാളി ന്യൂസ് ചാനലിൽ നമ്മൾ നിരവധി സാമൂഹ്യ വിഷയങ്ങൾ ചെയ്തു. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA സംബന്ധിച്ചും പിന്നെ ലീവിൻ്റെ സറണ്ടറെക്കുറിച്ചും ലീവ് അരിയറിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. DA അരിയറിനെക്കുറിച്ചൊക്കെ ചെയ്തു. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ, ഇത് വാർത്തകളായി പുറത്ത് വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങളുടെ കണ്ടുപിടുത്തമല്ല, വലിയ വാർത്തകളാണ് റിപ്പോർട്ടുകളിലും ചാനലുകളിലും റിപ്പോർട്ട് ചെയ്ത് വരുന്നത്. ചാനലുകളിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇല്ല, പക്ഷേ ശമ്പള പരിഷ്കരണം നടന്നില്ലെങ്കിലും ശമ്പളം കൂടുതൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നുണ്ട്. 1973 അച്യുത് മേനോൻ്റെ കാലത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ചെയ്തത് ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കാതെ പകരം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്നത്തെ വരെയുള്ള DA കുടിശ്ശിക കണക്കാക്കി ആ DA കൂടി ലയിപ്പിച്ച് പുതിയ സ്കെയിൽ ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ 2019 മുതൽ 18% DAയുടെ കുറവുണ്ട്. അല്ല, ഒരു DA കൊടുത്തു ഈ ഇടയ്ക്ക് ഓണവുമായി അനുബന്ധിച്ച്, ബാക്കി DA കുറവുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എത്ര രൂപ വരുമെന്ന് കണക്കാക്കി അതും കൂടി ശമ്പളവുമായി കണക്കാക്കി പുതിയ ശമ്പള സ്കെയിൽ കൊണ്ടുവന്നാൽ പോരെ എന്നൊരു ചിന്തയിൽ സെക്രട്ടറി തല കമ്മിറ്റി വയ്ക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെയാകുമ്പോൾ വേറെ ചില ചോദ്യങ്ങളുണ്ട്. ശമ്പള പരിഷ്കരണത്തിൻ്റെ 12ാം ശമ്പള പരിഷ്കരണമാണ് ഇപ്പോൾ വരേണ്ടത്. ശങ്കരനാരായണൻ തമ്പിയെ വെച്ചുകൊണ്ട് EMS മന്ത്രിസഭയിൽ തൊട്ട് ഈ ശമ്പള പരിഷ്കരണ സമിതികളുണ്ട്. ആദ്യമായി ലീവും മറ്റ് കാര്യങ്ങളും ഒരുപാട് DA ഒക്കെ ഏർപ്പെടുത്തിയത്, കൂടുതൽ ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയത് PS നടരാജപിള്ള ധനമന്ത്രിയായിരുന്നപ്പോഴാണ്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂൻ്റ് ഭരണസമിതി, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലൊക്കെ അംഗമായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ തുടർന്നാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 57 EMS മന്ത്രിസഭയും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. 73 വെച്ചു, 77 വെച്ചു, പല വർഷങ്ങളിൽ കമ്മീഷൻ വന്നു, പല കമ്മീഷനുകൾ നടപ്പിലാക്കി. ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നാലുള്ളൊരു ഗുണം, കമ്മീഷൻ്റെ മുന്നിൽ ആളുകൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, അനാമലികൾ പറയാൻ പറ്റും. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലൊക്കെ നടന്ന അനാമലികൾ പറയാൻ പറ്റും, കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, തെളിവെടുപ്പിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകളെ വിളിച്ചെടുത്ത് ചർച്ച ചെയ്യാൻ പറ്റും, സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് സ്കോപ്പ് ശമ്പള പരിഷ്കരണത്തിനുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ കാലത്ത് മോഹൻദാസ് IASനെ ചെയർമാനാക്കി വെച്ചുകൊണ്ട് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന് പകരം സെക്രട്ടറി തല സമിതി തരുന്ന ശുപാർശ നടപ്പിലാക്കിയാൽ മതി, അല്ലെങ്കിൽ നടപ്പിലാക്കിയാലും പ്രശ്നമില്ല എന്നുള്ള നിലയിൽ ചർച്ചകൾ നീങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ഞാനീ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ, ഇനിയിപ്പോൾ 4-5 മാസക്കാലമേ ഉള്ളൂ, നമുക്ക് സമയമില്ല. ഒരു കമ്മീഷനെ വെച്ച് അതിൽ ആളുകളെല്ലാം ഹിയർ ചെയ്ത് കഴിഞ്ഞ കാലത്തെ അനാമലികളെല്ലാം മാറ്റി പുതിയ രീതിയിലേക്കുള്ള വലിയ പേ സ്കെയിലും ശമ്പള സ്കെയിലും കൊണ്ടുവരാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നില്ല. അതേസമയം ഞാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ, ഈ കമ്മീഷനെ വയ്ക്കാതെ ചെയ്താൽ ഉണ്ടാകുന്ന പരാതികളും പരിഭവങ്ങളും ഒക്കെ ആര് പരിഹരിക്കും, അതിനെന്താണ് സംവിധാനം എന്നുള്ളതും അറിയില്ല. എന്തായാലും അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിൽ അതാരായാലും, ഇന്ന് തുടർ ഗവൺമെൻറ്റായ 3ാം ഊഴമായാലും UDF ആയാലും ഏത് ഗവൺമെൻറ് വന്നാലും അവരുടെ ഒരു ചുമതലയായിട്ടായിരിക്കും നടപ്പിലാക്കൽ വരുന്നത്. അതെല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ തന്നെയാണ്. 5 വർഷത്തിലൊരിക്കൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ പോകാറാവുന്ന വർഷത്തിലാണ് പലപ്പോഴും ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും നടപടികൾ എടുക്കുകയും അത് വരുന്ന ഗവൺമെൻറ്റിന്, ആദ്യ ഗവൺമെൻറ്റിന് തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും, ഏത് ഗവൺമെൻറ് ആയാലും. എന്തായാലും ഇവിടെയും അത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് അവസാന ഘട്ടങ്ങളിലായിരിക്കും ഒരു പ്രഖ്യാപനം പോലെ വരുന്നത്. ഈ ഗവൺമെൻറ് കാലത്ത് അത് നടപ്പിലാക്കാൻ സാധ്യതയില്ല. അടുത്ത ഗവൺമെൻറ് കാലത്തുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി അത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഭരിക്കുന്നവർ പറയും, ഞങ്ങൾ ശമ്പള പരിഷ്കരണം കൂടി നടപ്പിലാക്കിയില്ലേ, അത് നൽകി തുടങ്ങാൻ ഞങ്ങളെ തന്നെ അധികാരത്തിലേറ്റണം. എതിരാളികൾ പറയും, ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചല്ലേ ഉള്ളൂ, തന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളെ അധികാരത്തിൽ കയറ്റണം. ഇങ്ങനെ വിതർക്ക കുതർക്കങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയില്ലെങ്കിലും DAയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോകാനാണ് വലിയ സാധ്യത.